തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതായിട്ടുള്ള പാർട്ടി തൊഴിലാളി വർഗ ആശയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അതോ അവർ മുതലാളിയുടെ കൂട്ടുകച്ചവടക്കാരായിട്ട് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ, എവിടെയെങ്കിലും അവർ അഴിമതിക്കാരായി മാറിയിട്ടുണ്ടോ? അതൊക്കെ പരിശോധിക്കുകയും അതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പിയേഴ്സൺ പറഞ്ഞ പോലെ ഞങ്ങളൊരു മുതലാളിത്തത്തിന്റെ പുറകെ പോയിട്ടില്ല. ഈ കേരളത്തിനകത്ത് 8 കൊല്ലത്തിനൊക്കെ ഞങ്ങൾ ഏത് കോർപ്പറേറ്റ് മുതലാളിയാണ് പ്രൊമോട്ട് ചെയ്തത്? വിഴിഞ്ഞം ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അതല്ലാതെ എന്താ ഉള്ളത്? ഞങ്ങൾ സ്കൂൾ നന്നാക്കിയത് പാവപ്പെട്ടവന് വേണ്ടിയല്ലേ? ഞങ്ങൾ ആശുപത്രി നന്നാക്കുന്നത് പാവപ്പെട്ടവന് വേണ്ടിയല്ലേ? അതിൽ കുറവുകൾ വന്നു എന്നുള്ളത് സത്യം. ആ കുറവുകൾ പിണറായി വിജയന്റെ പ്രവർത്തന ദോഷം കൊണ്ടല്ല, കേന്ദ്രം ഉണ്ടാക്കിയ തടസ്സം കൊണ്ടാണ്. ഇതേ പിണറായി വിജയൻ മര്യാദയ്ക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോയി. ഈ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രം പിടിമുറുക്കി, തടസ്സങ്ങൾ ഉണ്ടാക്കി. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിയേഴ്സൺ പറയുന്ന പോലെ ഞങ്ങൾ മുതലാളിത്തത്തിന്റെ പുറകെ പോവുകയല്ല ചെയ്തത്. ശരി, ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് 900 കാര്യങ്ങളുടെ പ്രകടന പത്രിക വെച്ചത്. അത് നടപ്പാക്കും. അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന കാര്യം എന്താണ്? ജനദ്രോഹം. ഞങ്ങൾ അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യം, കേരളത്തിലെ LDF സർക്കാരിനേക്കാൾ മികച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ നിങ്ങൾ കാണിച്ചു തരണം. ഞങ്ങൾ അത്രേ അവരോട് അപേക്ഷിക്കുന്നുള്ളൂ. കാരണം കർണാടക കാണിച്ചോ, വേറൊരു ഗവൺമെന്റ് കാണിച്ചോ? ഇവിടെ 2 വാക്കുകൾ പറഞ്ഞു. ആ വാക്കിനോട് മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. ഒന്ന്, 10 കൊല്ലത്തെ ജനദ്രോഹമാണ് കോൺഗ്രസിന്റെ വാക്ക്. രണ്ടാമത്തതോ കൂട്ടുകച്ചവടം, അഴിമതി. ബഹുമാനപ്പെട്ട പിയേഴ്സിനോട് പറയുന്നു, ഒരു കൂട്ടുകച്ചവടവും കേരളത്തിലില്ല. നിങ്ങൾ കൂട്ടുകച്ചവടം ഉണ്ടേ വെല്ലുവിളിച്ച് ഞാൻ പറയും, നിങ്ങൾ വെളിപ്പെടുത്തൂ. ഒരു മുതലാളിയുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകച്ചവടം ഇല്ല. നിയമപരിശോധനകളിലെല്ലാം ഒരു കൂട്ടുകച്ചവടം ഇല്ല എന്നാണ് കണ്ടത്. ഉണ്ടെന്ന് ആരോപണമുണ്ടായി, കെട്ടുകഥകൾ വന്നു, ഇല്ല എന്നാണ് കണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അഴിമതി. ക്യാമറ അഴിമതി എവിടെ പോയി? ഞങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഒരു അഴിമതി ആരോപണത്തിനും കോടതിയുടെ മുന്നിൽ നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല, കുഴൽനാടന്മാർ ആ കോടതിയിൽ കേസ് കൊടുത്തിട്ട് ആ കേസിനകത്ത് വന്ന വിധികളെല്ലാം ഇടതുപക്ഷത്തിന്റെ കളങ്കം ഇല്ല എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. ക്യാമറ, അതുപോലെ K4, ഇപ്പോൾ അതാ കുഴൽനാടൻ്റെ കേസ്. ഈ എല്ലാ കേസുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഹൈക്കോടതി പോയതിന് കോൺഗ്രസിനോട് നന്ദി പറയുകയാണ്. കാരണം എന്താണ്? ജനങ്ങൾക്ക് കാണാനൊരു അവസരം വരും. മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുമ്പോൾ, മുഖ്യമന്ത്രി അപമാനിക്കുമ്പോൾ നിയമവഴികളിൽ സത്യമെന്ത്? ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണ് സത്യമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ തിരിച്ചു കോടതി പറയാൻ തല കുമ്പിട്ട് സ്വീകരിക്കും. ഞങ്ങൾക്കതിന് മടിയൊന്നുമില്ല. ഞങ്ങൾക്കെതിരെ ആഖ്യാനങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷെ അത് സത്യമല്ല. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് ശരിയാണ് എന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് കഴിയും? ഒരു മനുഷ്യൻ കഴിയില്ല. കാരണം എന്തിനങ്ങനെ സഞ്ചരിക്കണം? ഇവിടെ ബഹുമാനപ്പെട്ട പിയേഴ്സൺ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വാഹനങ്ങൾ എത്ര വേണം, അതെവിടെയാണ് തീരുമാനിക്കുന്നത്? ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എനിക്കിത്ര വണ്ടി വേണം തീരുമാനിച്ചോ? ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും എന്താണ് സുരക്ഷ വേണ്ടത്, അതിനേക്കാൾ കൂടുതൽ ഒരു പോലീസുകാരൻ പോലും പിണറായി വിജയന് സുരക്ഷയില്ല. സിദ്ധരാമയ്ക്ക് ഇല്ലാത്തൊരു സുരക്ഷ പിണറായി വിജയനില്ല. അപ്പോൾ പിന്നെ പിണറായി വിജയനെ ഏതോ ഒരു പ്രത്യേക സുരക്ഷയുടെ തടങ്കലിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിലാളനയിലോ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രതീതി നിർമ്മാണമാണ്. ആ പ്രതീതി നിർമ്മാണം ജനങ്ങളുടെ മനസ്സിൽ, ഇപ്പോൾ ഒരു വണ്ടിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ വണ്ടി ബാംഗ്ലൂരിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സാണ്. 1.5 കോടി രൂപ അത് പിണറായി വിജയൻ്റെ പറ്റിലെഴുതിയാൽ അത് ദൂരത്തല്ല. കാരണം എന്താണ്? അത് KSRTC വിലയ്ക്ക് വാങ്ങിച്ചൊരു വണ്ടി 45 ദിവസക്കാലം മന്ത്രിമാർ കൊണ്ടുകിടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളത് കാര്യം. അത് ദൂർത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നടക്കുക. പിന്നെ പിണറായി വിജയൻ ഇരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യങ്ങൾ വന്നോ? മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് ചോദിച്ചോ? ഇതൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങൾ കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് പിണറായി വിജയനോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി എത്രത്തോളം വിഡ്ഢിത്തരം ചെയ്യുമായിരുന്നു. പിണറായി വിജയൻ തൃശ്ശൂരിൽ പടുന്നൊരു വലിയ വീടിനെ കുറിച്ച് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്തൊരു അക്കൗണ്ട് ഉണ്ടെന്ന് ഈയിടെ ഈ പത്രത്തിൽ BJPയുടെ നേതാക്കന്മാരും ചില മാധ്യമങ്ങളോട് കൂടി തട്ടിവിട്ടു. ഞങ്ങൾ മുഖ്യമന്ത്രിയെ വിളിച്ചിരുത്തി, നിങ്ങളുടെ ആ വിദേശത്തുള്ള മകളുടെ അക്കൗണ്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകളാകുകയേ ഉള്ളൂ. ലാവലിൻ കേസിനെ കുറിച്ച് പറയുമ്പം എന്താണ് യാഥാർത്ഥ്യം? അത് കെട്ടുകഥയാണെന്ന് 2 കോടതി വിധിച്ചു കഴിഞ്ഞില്ലേ? ഇവിടെ ചില മേൽക്കോടതികളെ കുറിച്ചൊക്കെ ചില ആളുകൾ പറയുന്നു, ലോക്കൽ കമ്മിറ്റിയാണോ കീഴ്ക്കോടതിയാണോ? ലാവലിൻ സുപ്രീം കോടതിയിലാണ്. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എടുക്കാൻ പറയൂ നിങ്ങളുടെ CBIക്കാരോട്. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കേസ് എടുത്തല്ലോ, SFIക്കാരെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഈ ഇലക്ഷൻ നന്നായിട്ട് ഓടിയ കഥയാണ്. ഞാൻ ചോദിക്കുന്ന CBIയുടെ കുറ്റപത്രം വായിച്ചു നോക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. മാതൃഭൂമി ചാനൽ ചർച്ചയ്ക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. കേരള പോലീസിന്റെ കുറ്റപത്രം, CBIയുടെ കുറ്റപത്രം, SFIക്കാർ എവിടെ നിൽക്കുന്നു നിങ്ങൾ ചർച്ച ചെയ്യുക. ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സമിതിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി എനിക്ക് തോന്നിയത്, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖ തയ്യാറാക്കി നടപ്പാക്കാനുള്ള മുൻഗണനാക്രമം നിശ്ചയിക്കുമെന്ന് പറഞ്ഞതാണ്. അതായത് സർക്കാരിന്റെ പ്രയോറിറ്റീസ്, മുൻഗണനകൾ തെറ്റിപ്പോയതാണ് പ്രശ്നം എന്ന് CPM തിരിച്ചറിയുന്നു, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണോ? ഗൗതം മാസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തലക്കെട്ടിൽ വന്നിട്ടില്ല.
ഇവിടെ ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞ മുഖ്യമന്ത്രി ശൈലി മാറ്റണോ എന്നൊരു ചോദ്യം പാർട്ടിയിൽ ഉയർന്നില്ല. അതുകൊണ്ട് തന്നെ അത് വേണ്ടതില്ല എന്നൊരു തീരുമാനമില്ല. ഓരോ തെരഞ്ഞെടുപ്പും ഒരു രാഷ്ട്രീയ സമരമാണ്. ആ സമരത്തിൻ്റെ ഫലം ആ രാഷ്ട്രീയ പാർട്ടികളും അതിൽ അംഗങ്ങളായവരും അതിൻ്റെ ഭരണ നേതൃത്വവും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സർക്കാരുമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പഠിക്കേണ്ട ധാരാളം പാഠങ്ങളുണ്ട്. അതിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതൊക്കെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പിന്നീടുമൊക്കെ ഉയർന്നു വന്ന നാനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊണ്ടത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ചർച്ചകൾ നടക്കുകയും പാർട്ടി അതുമായി ബന്ധപ്പെട്ട ധാരണകളിലെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗികമായ ഭാവപരിപാടികളിലേക്ക് പാർട്ടിയും സർക്കാരും കടക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. LDF സർക്കാരിന് എപ്പോഴും ഒരു അജണ്ടയുണ്ട്. കഴിഞ്ഞ ഒന്നാം സർക്കാരിന് ഒരു 600 അജണ്ട, അതിൽ 580 എണ്ണം നടപ്പാക്കി. അപ്പോൾ പ്രിയോറിറ്റികൾ അട്ടിമറിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് പ്രിയോറിറ്റികൾ അട്ടിമറിക്കപ്പെട്ടു എന്നൊരു പരാതിക്കിടയുണ്ടായില്ല. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഈ സർക്കാർ അങ്ങനെ മര്യാദയ്ക്ക് പ്രവർത്തിക്കേണ്ട, ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ മൂക്ക് മുറിച്ച് ശകനം മുടക്കുക. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പ്രളയം, കോവിഡ്, നിപ്പ ഇതൊക്കെ വന്ന പോലെ തന്നെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹമാണ്, സാമ്പത്തിക ഉപരോധമാണ്. അതിന് കേരളത്തിലെ കോൺഗ്രസ് പിന്തുണ കൊടുത്തു. ഇതിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഞങ്ങൾക്ക് മുൻഗണനകൾ മാറ്റം വരുത്തേണ്ടി വരികയാണ്. ആ മാറ്റം വരുത്തുക എന്ന് ആലോചിക്കുന്നത് ഞങ്ങളിപ്പോൾ 900 കാര്യങ്ങൾ പറഞ്ഞതിൽ ഏതായിരിക്കും പ്രാമുഖ്യം കൊടുക്കുന്നത്? എല്ലാത്തിനും ഒരുപോലെ പ്രാമുഖ്യം കൊടുത്ത് ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ പറ്റുമോ? അതുകൊണ്ട് അടിയന്തരമായി സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഞങ്ങൾക്ക് വികസനം മതിയേ, നിങ്ങൾ വൻകിട പ്രൊജക്റ്റുകളൊക്കെ നിർത്തിവെച്ചിട്ട് ഈ പെൻഷനൊക്കെ ഒന്ന് കൊടുത്തു തീർക്കാൻ മേലേ, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെന്താ ബാക്കി വെക്കുന്നത്? അതൊരു ചോദ്യമാണ്. അപ്പോൾ ധാരാളം നേട്ടങ്ങളുള്ള പോലെ തന്നെ മുൻഗണനകൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ? എന്നാൽ ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വേറെ പരിപാടികൾ നടത്തുകയും ചെയ്യണം. ഇതാണ് കണ്ടൊരു കാര്യം. പ്രയോറിറ്റികൾ ഞങ്ങൾ പുനർനിശ്ചയിക്കുമെന്ന് പറയുമ്പോൾ ഇനി പെൻഷൻ മുടങ്ങാതെ നോക്കും, അല്ലെങ്കിൽ ഇനി ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ നോക്കും, ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടും, ഇതാണോ ഉദ്ദേശിക്കുന്നത്? 100% അത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള ഏതെങ്കിലും സ്ഥിതിയല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ളത്. ഇന്ന് തന്നെ കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിൻ്റെ കണക്ക് പറഞ്ഞല്ലോ. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 89 മാസമായി. 1ഉം 2ഉം പിണറായി സർക്കാരിന് കൂടി. എത്രയാണ് കൊടുത്തത് പെൻഷൻ? 150 മാസത്തെ പെൻഷൻ കൊടുത്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശികയില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പെൻഷൻ ഉൾപ്പെടെ 150 മാസത്തെ പെൻഷൻ ഈ സർക്കാർ കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തല താഴ്ത്തി നിർത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോറായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞു, അതുകൂടി നമ്മൾ പരിഗണിച്ച് പോകണം. ഒന്ന്, ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഫോക്കസ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുപോലുണ്ട്. അത് ഏതാണ്ട് നല്ല നിലയ്ക്ക് പിന്നോട്ടടിപ്പിക്കാനായി. അതിൽ കേരളത്തിൽ ഒന്നൊരു കളങ്കം, കേരളത്തിൽ ആദ്യമായി BJPക്ക് ലോകസഭയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. അതൊരു പ്രശ്നം തന്നെയാണ്. 2, നിങ്ങൾ BJPക്കെതിരായ സമരം നടത്തുമ്പോൾ ആ സമരത്തിൻ്റെ മുമ്പിൽ നിർത്തേണ്ടത് SDP ആണോ, ജമായത്തെ ഇസ്ലാമിയാണോ, വെൽഫെയർ പാർട്ടിയാണോ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരെയാണോ? അങ്ങനെ അവരെ മുൻനിർത്തിക്കൊണ്ട് UDF നടത്തിയിട്ടുള്ള ഇപ്പം നേടിയ നേട്ടം ആ നിലയിൽ പോയാൽ അത് BJPയെ കുറെ കൂടെ ശക്തിപ്പെടുത്തുകയല്ലേ? അപ്പോൾ BJPക്കെതിരായ കേരളത്തിൻ്റെ പ്രതിരോധത്തിനകത്ത് SDP-യെയും ജമായത്തെ ഇസ്ലാമിയെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രതിരോധമല്ലേ മതനിരപേക്ഷ ശക്തികൾ നടത്തേണ്ടത് എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രശ്നം ഉയർത്തുന്നുണ്ട്. രണ്ടാമത് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താണ്? കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നവോത്ഥാന കാലം മുതൽ വികസിച്ചു വന്ന ഒരു പൗരമണ്ഡലമുണ്ട്, ഒരു പൊതുമണ്ഡലമുണ്ട്. ആ പൊതുമണ്ഡലമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ബോധം, ഇവിടുത്തെ ഇടതുപക്ഷ ബോധം, ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തുന്ന ബോധം. അതിനെ തിരാകരിക്കുന്ന വിധം നവോത്ഥാന പ്രസ്ഥാനങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയി RSSൻ്റെ ഭാഗമാക്കുന്ന ഒരു നീക്കം, അതിന് നേരിട്ട് SNDP രംഗത്തിറങ്ങി, അല്ലെങ്കിൽ SNDP ഉപയോഗിക്കപ്പെട്ടു. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത്തരമൊരു കാര്യം ഞങ്ങൾ പരസ്യമായി ഉന്നയിക്കുമ്പോൾ അത് പറയാൻ കോൺഗ്രസിന് തൻ്റെ ഇടമുണ്ടോ? SNDP ഇപ്രകാരം BDJSൻ്റെ മറവിൽ ഒരു സംഘടനാ ശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടുന്നത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിട്ട് കൂടി അത് നിർവഹിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? BJP ഉണ്ടാക്കുന്ന നേട്ടങ്ങളുടെ പിന്നിൽ കേന്ദ്രാധികാരമുണ്ട്. ആ അധികാരത്തിൽ കേരളത്തിലെ സർക്കാരിനെ തകർക്കാനുള്ള ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. മറുഭാഗത്ത് എന്താണ്? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കടന്നു വന്ന് സക്സേന എന്ന് പറയുന്ന ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിൻ്റെ ഭാഗമായി പരസ്യമായി തന്നെ
ഇപ്പോൾ BJP-യിൽ ചേർന്നിട്ടുള്ള പഴയൊരു നേതാവ് തന്നെ പറയുന്നത്, നിങ്ങളുടെ വിദേശ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ, എന്ത് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ, ഈ തടസ്സം ഞങ്ങൾ മാറ്റിത്തരില്ലേ. ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലും പലരും പ്രവർത്തിച്ചത്. ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട്, ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ചാക്കിൽ കയറ്റുന്ന, ഭയത്തിൻ്റെ ഭാഗമായി സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന BJP-യുടെ രാഷ്ട്രീയം. സുരേഷ് ഗോപിയൊക്കെ ഒരു മുഖംമൂടിയാണ്. ആ മുഖംമൂടി മുന്നിൽ ഭയമാണ്. ആ ഭയത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, കേന്ദ്രാധികാരത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആ അധികാരത്തെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ BJP കേരളത്തെ പരീക്ഷണശാലയാക്കുമ്പോൾ ഇതിനെതിരായ സർവതലസ്പർശിയായ സമരത്തിന് ഞങ്ങൾ മുൻനിൽക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 10 കൊല്ലമായി ഇന്ത്യയിൽ അധികാരത്തിലിടുന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പാക്കിയത് വർഗീയവൽക്കരണമാണ്. ആ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കടുത്ത മതപരമായ വേട്ടകൾ, ഭിന്നതകൾ, അതിൻ്റെ ഭാഗമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും കേരളത്തെ ബാധിക്കത്തില്ല, കേരളത്തിലെ സമൂഹത്തെ ബാധിക്കത്തില്ല, മനുഷ്യൻ്റെ തലച്ചോറിനെ ബാധിക്കത്തില്ല. ഇതിനൊന്നും പെടാതെ മാർക്സിസ്റ്റ് പാർട്ടി വേറെ ഏതോ ദന്തഗോപുരത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങളിങ്ങനെ കഴിഞ്ഞാൽ മതി എന്നാണല്ലോ ഇവിടെ ഒരു ആൾ ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് വർഗീയവൽക്കരണം നടന്നിരിക്കുകയാണ്. അതിനെതിരായി ജീവൻ മരണ സമരത്തിലാണ് ഇവിടുത്തെ മതനിരപേക്ഷ രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരും, അതോടൊപ്പം വിവിധങ്ങളായ വേട്ടയാടപ്പെട്ട മതങ്ങളും. അതിൽ ന്യൂനപക്ഷ മതക്കാരുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണിപ്പോൾ, ഈ കേരളത്തിൽ തന്നെ വളരെ ബോധപൂർവം BJP മുസ്ലിം വിരോധം എന്ന് പറയുന്നത് ഒരു അജണ്ടയാക്കി മാറ്റി അതിൻ്റെ മുന്നിലും ക്രൈസ്തവ മതവിഭാഗത്തെ നിർത്താൻ വേണ്ടി എത്രയോ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തന്നെ നമ്മൾ കേൾക്കുന്നതിലെ പേരുകളുണ്ടല്ലോ. ഇവിടെ ഞാനെന്തോ തെറ്റായ കാര്യം പറഞ്ഞു എന്ന് BJP-യുടെ പ്രതിനിധി പറഞ്ഞു. ക്രൈസ്തവ സഭകൾ അവരുടെ വിദേശ അക്കൗണ്ടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത്തരം അക്കൗണ്ടുകളെ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി ഒരു ലഫ്റ്റനന്റ് ഗവർണർ വന്നിട്ട് BJP-ക്ക് വേണ്ടി വോട്ട് മേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ക്രൈസ്തവ സഭയെയും ബിഷപ്പുമാരെയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും അവഹേളിക്കുന്നതിന് തുല്യമല്ലേ ഈ വാക്ക്, ഈ വാചകം? ദയവായി അനിൽകുമാർ തിരുത്ത. നിങ്ങളുടെ പൂഞ്ഞാറിൽ നിന്നുള്ള മുൻ MLA നിങ്ങളുടെ പാർട്ടി ചേർന്നു. നിങ്ങളുടെ BJP സ്ഥാനാർത്ഥിയോടൊപ്പം അദ്ദേഹം ഒരു പരിപാടി പങ്കെടുക്കുന്നു. അവിടെ ഒരാൾ ഞങ്ങളുടെ വിദേശ നാണയ അക്കൗണ്ടിനെ സംബന്ധിച്ച് പറയുന്നു. ഒരു മതസംഘടനയുടെ പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആൾ പറയുകയാണ്, ഈ ഒരു ഫോൺ കോളിൽ ഞങ്ങളെ അറിയിക്കണ്ടേ? ഞങ്ങൾ ഇക്കാര്യങ്ങൾ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ സക്സേന എന്തിനാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം കേരളത്തിലെ എല്ലാ അരമനകളിലും വന്നത്? എന്താ നിങ്ങളുടെ പരിപാടി? ഒരു സാധാരണ രാഷ്ട്രീയ പ്രക്രിയയാണോ? ഒരു ഗവർണർക്ക് എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള വകുപ്പ്? ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അല്ലേ, നിയമവ്യവസ്ഥയല്ലേ? നരേന്ദ്രമോദിയുടെ 10 കൊല്ലക്കാലം ഭയങ്കര ജനാധിപത്യമായിരുന്നു, എല്ലാം നിയമവ്യവസ്ഥയെല്ലാം കൃത്യമായിരുന്നു. ഇതാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ഞാൻ ഇവിടെ മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ മാപ്പ് പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. BJP ഇവിടെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് മറന്നുപോയോ? പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ബിഷപ്പുമാരെ 6 പേർക്ക് നിവേദനം കൊടുത്തത് എന്തായിരുന്നു വിഷയം? ഇവിടുത്തെ നിരവധിയായ മതമേലധ്യക്ഷന്മാരുടെ പേരിൽ ED-യെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ പുതിയൊരു കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അതെന്തായി? എവിടെ പോയി? ഇടതുപക്ഷത്തെ മാത്രമല്ല വേട്ടയാടുന്നത്, ആരെയൊക്കെ വേട്ടയാടുന്നുള്ള നമുക്ക് പുറകെ പോകാം. അതുകൊണ്ട് BJP ഈ പരിപാടിയെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നിട്ട് സുരേഷ് ഗോപി വെറുതെ ഊഞ്ഞാലിലാടി ജയിച്ചു ഒന്നുമല്ല. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് CPM നിലപാട് സ്വീകരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 10-18 സീറ്റ് തോറ്റ് നിൽക്കുന്ന 20 സീറ്റ് 19 സീറ്റ് തോറ്റ് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് വന്നിട്ട് പറയാം കോൺഗ്രസ് തിരുത്തണമെന്ന്. നിങ്ങൾ എന്താണ് ഈ തെറ്റ് തിരുത്തുന്നത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുമ്പോൾ CPM അങ്ങ് തോറ്റു. കർണാടകത്തിൽ കോൺഗ്രസ് തോറ്റോ ജയിച്ചോ? ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് തോറ്റോ ജയിച്ചോ? ഡൽഹിയിൽ അല്ല, പഞ്ചാബിൽ എങ്ങനെയായിരുന്നു? പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി കൂടെ ഏറ്റുമുട്ടി. നിങ്ങളെന്താ പറഞ്ഞത്? കെജ്രിവാളിന് വേണ്ടി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ പഞ്ചാബിൽ കെജ്രിവാളിൻ്റെ പാർട്ടിക്കെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി. മധ്യപ്രദേശിൽ അതില്ല, ഹിമാചൽ പ്രദേശിൽ അതില്ല, ദില്ലിയിൽ അതില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒരുമിച്ച് നിൽക്കുന്ന ഡൽഹിയിൽ ഒരു തരംഗമില്ല. പിന്നെ ഇവിടെ മാത്രം തരംഗം ഉണ്ടാകും എന്ന് പറഞ്ഞാലോ? ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പ് നിലയ്ക്ക് ദേശീയമായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ എഡ്ജുണ്ടായി. അത് ഞങ്ങൾ സത്യസന്ധമായിട്ട് തുറന്നു പറയുകയല്ലേ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ സത്യസന്ധതയല്ലേ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? SDPIക്ക് CPM-ന് വോട്ട് ചെയ്യേണ്ട എന്നല്ലേ ഞങ്ങൾ SDPIക്കാരോട് പറഞ്ഞത്. എന്തുകൊണ്ട് SDPയുടെ വോട്ട് വർജ്യമാണ്? എന്തുകൊണ്ട് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ വോട്ട് വർജ്യമാണ്? അത് വർജ്യമാണെന്ന് പറയാൻ കാരണം, നിങ്ങളെ കൂട്ടിയാണ് മോദിയെ തോൽപ്പിക്കാൻ പോണെങ്കിൽ മോദി തോക്കുകയല്ല, മോദി ശക്തിപ്പെടുക ചെയ്യുക. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ വാചകം അല്ല, ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾ സ്വയം വിമർശനപരമായി അംഗീകരിക്കുക മാത്രമല്ല, പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്തും ജനങ്ങളോട് പറയേണ്ടത് ജനങ്ങളോട് പറയാനും തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്.
ഈ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ, പാർട്ടി ബ്രാഞ്ചുകൾ എല്ലാവരെയും കേൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു ദീർഘ പ്രക്രിയയാണ്. അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് വിമർശനങ്ങൾക്ക് തല കുമ്പിട്ട് തിരുത്തൽ വേണ്ടിടത്ത് തിരുത്തി, അത് സംസ്ഥാന സർക്കാർ മാത്രമല്ല, ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഏതെല്ലാം രംഗത്ത് പാർട്ടി പ്രവർത്തകരുണ്ടോ അവിടെ എവിടെ ഇടപെടൽ കുറവുണ്ട്, ഇതെല്ലാം തിരുത്താനാണ് തീരുമാനം. അതുകൊണ്ട് തിരുത്തില്ല എന്നൊരു തീരുമാനമല്ല ഉള്ളത്. പക്ഷേ ഞങ്ങളുടെ തലയടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ തല കുനിക്കാൻ സൗകര്യപ്പെടില്ല. അത് ധിക്കാരമല്ല.